ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഒരു പ്രധാന വാർത്ത നിങ്ങളെ അറിയിക്കാനുള്ളത്, കേരള ലോക്കൽ ബോഡി ഇലക്ഷൻ തീരുമാനിച്ചത് കാരണം എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ നടക്കുന്ന സുകൃതം കാരുണ്യാമൃത ഭാഗവത സപ്താഹയജ്ഞം 2025 ഡിസംബർ 10 മുതൽ 17 വരെ ആയിരിക്കുമെന്ന് നിങ്ങൾ അറിയിക്കുന്നു. ഡിസംബർ 10 വൈകുന്നേരമാണ് സമൂഹ ലളിത സഹസ്രനാമ ജപയജ്ഞം. എന്തിനാണ് ഈ ഭാഗവത സപ്താഹയജ്ഞം നാം അറ്റൻഡ് ചെയ്യേണ്ടത്? നമ്മുടെ കേരളത്തിൽ നടക്കുന്ന സമകാലീന പ്രശ്നങ്ങളെ നമ്മളൊന്ന് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് തനിക്ക് സീറ്റ് തന്നിട്ടില്ല എന്നതിൻ്റെ പേരിൽ ഒരു യുവാവ് ആത്മഹത്യ ചെയ്തത്. വേറൊരാളാവട്ടെ ഇപ്പോൾ വരാൻ പോകുന്ന SIR എന്ന് പറയുന്ന പുതിയ വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടാക്കുന്ന സെൻസസ് പ്രക്രിയയിൽ എനിക്കതിൻ്റെ ഭാഗമാവാൻ പറ്റില്ല, എനിക്ക് വർക്ക് ലോഡ് അധികമാണെന്ന് പറഞ്ഞ് അയാളും സൂയിസൈഡ് ചെയ്തു. അപ്പം നമ്മുടെ യുവാക്കളുടെ സൂയിസൈഡ് കൂടി വരികയാണ്. ഇതിനെന്താണ് കാരണം? വർക്ക് ലോഡാണോ? ആരെങ്കിലും സീറ്റ് കൊടുക്കാത്തതാണോ? നിങ്ങൾ നോക്കൂ, ഒരു വ്യക്തിക്ക് കഴിവും ജനങ്ങളോട് ബന്ധവുമുണ്ടെങ്കിൽ, ഒരു പാർട്ടിയും സീറ്റ് കൊടുത്തില്ലെങ്കിൽ സ്വതന്ത്രമായി മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടനയിലില്ലേ? ഒരു പാർട്ടിയുടെ സപ്പോർട്ടിലാണോ നിങ്ങൾ ഇലക്ഷനിൽ മത്സരിക്കേണ്ടത്? സ്വന്തം കഴിവും ജനങ്ങളുമായിട്ടുള്ള ബന്ധവും മാത്രം പോരെ? എത്രയോ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ജയിക്കുന്നില്ലേ? അപ്പം ഇവിടെയൊക്കെ ഇല്ലാതെ പോകുന്നത് നമ്മുടെ യുവാക്കൾ ഇന്നൊരു എക്സ്ട്രീമിസത്തിൻ്റെ വഴിയിൽ പോവുകയാണ്. അവരെ ഒരു സോഷ്യൽ മീഡിയ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നു. ഇന്ന് അവരുടെ മനസ്സിലിരിക്കുന്നത് ഒരു സോഷ്യൽ മീഡിയ വൈറസാണ്. ഇതിൽ നിന്ന് അവർ ഒരു എക്സ്പേർട്ടിസത്തിലേക്ക് വരേണ്ടിയിരിക്കുന്നു. ഏത് വർക്ക് ലോഡിനെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന, മാനേജ് ചെയ്യാൻ പറ്റുന്ന കഴിവ്, അതുപോലെ തൻ്റെ കഴിവും തൻ്റെ സാമർത്ഥ്യവും ജനങ്ങളുമായിട്ടുള്ള ബന്ധവും വികസിപ്പിക്കാനുള്ളൊരു കഴിവ്, ഇതൊക്കെ ഉള്ളൊരു സമൂഹത്തിൽ എവിടെയാണ് ആത്മഹത്യ? അപ്പം എനിക്ക് യുവാക്കളോട് പറയാനുള്ളത്, എക്സ്ട്രീമിസത്തിൽ നിന്നും നിങ്ങൾ എക്സ്പേർട്ടിസത്തിലേക്ക് വരണമെങ്കിൽ അതിനൊരു സുകൃതം വേണം. അതിനാണ് നിങ്ങളെ സുകൃത യജ്ഞത്തിലേക്ക് ക്ഷണിക്കുന്നത്. അതായത് നമ്മുടെ മനസ്സിൽ ഭക്തിയും ശക്തിയും തൃപ്തിയും സ്വസ്തിയും ഉണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള മഹത് ഗുണങ്ങളെ നിങ്ങൾക്ക് വികസിപ്പിക്കാൻ സാധിക്കും. ഏതൊരു വ്യക്തിയിൽ മഹത് ഗുണങ്ങളുണ്ടോ ആ വ്യക്തികളുടെ ജീവിതം ഒരിക്കലും പരാജയമാവില്ല, ആരെയും പരാജയപ്പെടുത്തില്ല. അവരെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും സാധ്യവുമല്ല. അതാണ് മനുഷ്യന്റെ മഹത്വം എന്ന് പറയുന്നത്. അപ്പൊ സ്വന്തം മനസ്സിന്റെ മഹത്വം അറിയാതെ നിങ്ങൾ ദുർബലരായി ഒരു എക്സൈറ്റ്മെന്റിൽ ജീവിച്ച് സ്വപ്നജീവികളായി മാറിയാൽ നാളെ ഞാൻ എന്തോ ആവും. അതിനൊരു മഹത്വം വേണ്ടേ? വെറുതെ സ്വപ്നം കണ്ടിട്ട് എന്താ കാര്യം? സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാനുള്ള കഴിവും ശക്തിയും വികസിപ്പിക്കണ്ടേ? അങ്ങനെ നമ്മൾ ചെയ്യാതെ ഒരു എക്സ്ട്രീമിസ്റ്റുകളായിട്ട് നിങ്ങൾ കുറെ എക്സ്പെക്ടേഷനും വെച്ചുകൊണ്ട് നിങ്ങൾ എക്സൈറ്റഡ് ആയിട്ട് ജീവിച്ചാൽ അത് വമ്പൻ പരാജയമായിരിക്കും. അതുകൊണ്ട് ജീവിതം ഒരു എക്സ്പേർട്ടിസത്തിലേക്ക് വരണമെങ്കിൽ നിങ്ങളുടെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കണം. ആ മഹത്വം നിങ്ങളുടെ ഉള്ളിൽ കാണിച്ചു തരാനാണ് സുകൃതം കാരുണ്യാമൃത യജ്ഞം. 2025 ഡിസംബർ 10 എറണാകുളത്തപ്പന്റെ മണ്ണിൽ വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന സുകൃതം ലളിതാ സഹസ്രനാമ ജപയജ്ഞത്തോടുകൂടി ആരംഭിക്കുന്ന സുകൃതം കാരുണ്യാമൃത സപ്താഹയജ്ഞം നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു വലിയ മാറ്റമുണ്ടാക്കും. നിങ്ങളിലുള്ള സകല സാധ്യതകളെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. നിങ്ങളെ കഴിവുള്ള, ഉൾക്കരുത്തുള്ള, ഉൾബോധമുള്ള, ഉൾവിവേകമുള്ള ഒരു വ്യക്തിയാക്കി മാറ്റിയെടുക്കാൻ ഭാഗവതം കൊണ്ട് സാധിക്കും. ഇതെത്രയോ പേരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരെയും ഞാൻ ഭക്തിയാദരോടെ സുകൃതം കാരുണ്യാമൃത ഭാഗവത സപ്താഹയജ്ഞത്തിലേക്ക് ക്ഷണിക്കുന്നത്. 2025 ഡിസംബർ 10 വൈകുന്നേരം നമുക്ക് എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ വെച്ച് കാണാം. ഈ സപ്താഹയജ്ഞത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9496061939. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9496061939. മറ്റൊരു നമ്പർ 99
99151863. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9995191863. മറ്റൊരു നമ്പർ 9447576971. ഒരിക്കൽ കൂടി നമ്പർ പറയാം, 9447576971. ഈ നമ്പറുകളിൽ വിളിച്ച് ഇതുവരെ ലളിതാ സഹസ്രനാമ ജപയജ്ഞത്തിന് പേര് കൊടുക്കാത്തവർ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. എറണാകുളത്തപ്പന്റെ മണ്ണിൽ 2000-ലധികം ആളുകൾ ഒന്നിച്ച് ഒരേ ശബ്ദത്തോടെ ലളിതാ സഹസ്രനാമ ജപം യജ്ഞം ചെയ്യുമ്പോൾ അത് നമ്മുടെ മനസ്സിലേക്ക് വരുത്തുന്ന ഒരു ദിവ്യത്വം, ആ ദൈവീകമായ ശക്തി കൊണ്ട് മനസ്സിനെ നമുക്ക് മഹത്വമുള്ളതാക്കി, കഴിവും കരുത്തും ശക്തിയുമുള്ളതാക്കി തീർക്കാൻ സാധിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം മറ്റൊരു ദിശയിലേക്ക് മാറുകയാണ്. തളരാനോ തകരാനോ തകർക്കാനോ ഉള്ളതല്ല ജീവിതം. അത് വളരാനും വികസിക്കാനും കൂടുതൽ കൂടുതൽ ഉയർന്ന മറ്റുള്ളവരെയും ഉയർത്താനുള്ളതാണ്. സുകൃതം കാരുണ്യാമൃത യജ്ഞം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന, കൂടുതൽ അനുഗ്രഹമുള്ളതാക്കി തീർക്കുന്ന സുഖത് യജ്ഞമായി മാറട്ടെ. എല്ലാവരെയും ഒരിക്കൽ കൂടി 2025 ഡിസംബർ 10 വൈകുന്നേരം എറണാകുളത്തപ്പന്റെ മണ്ണിലേക്ക് സാദരം ക്ഷണിക്കുന്നു. ഹരി ഓം പ്രണാമം.